ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ലൈഫ് ബൈ നാനയുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഒരു ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആണല്ലേ. അപ്പോൾ ഇത് ഇവിടെ ചേട്ടൻ്റെ അമ്മയുടെ അനിയത്തി, അതായത് മേമയുടെ വീട് പാർക്കലാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഗണപതി ഹോമം കഴിഞ്ഞു, പുലർച്ചെ ഒരു 3 മണിക്ക് ആകുമ്പോഴേക്കും കഴിഞ്ഞു. ഇതാണ് കേട്ടോ ചേട്ടൻ്റെ അമ്മ. അപ്പോൾ ബാക്കിലെ ചേട്ടൻ്റെ പെങ്ങളാണ്. അപ്പോൾ ഇവർ എല്ലാവരും കൂടി വിളക്ക് കത്തിച്ചിട്ട് വീടിന് ചുറ്റും ഒന്ന് ചുറ്റിയിട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് മേമ ആദ്യം ഇറങ്ങി, ബാക്കിൽ ഓരോരുത്തരായിട്ട് ഇറങ്ങി വീടിന് ചുറ്റും പോയി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ വരികയാണ് കേട്ടോ. അപ്പോൾ ഞാനത് അപ്പുറത്തുനിന്ന് വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ബാക്കിൽ കാണാത്തത്. ഞാൻ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പാപ്പൻ, അത് പെങ്ങളുടെ പേര് വിദ്യ, ഇത് അമ്മ. അപ്പോൾ ഞങ്ങൾ ഇതാണ് കേട്ടോ മേമ്മയുടെ വീടിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഫുള്ള് ക്ലീനൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ മതിലൊക്കെ കെട്ടണം. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. വീടിന് ചുറ്റും അങ്ങനെ പ്രാർത്ഥിച്ച് നടക്കണം കേട്ടോ. അതാണ് ഫസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫുള്ള് കാണിച്ചു തരാം, എങ്ങനെയാണ് വീടിൻ്റെ ഉൾഭാഗം ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. മേമയുടെ വീട് തൃപ്രയാറാണ് കേട്ടോ. തൃപ്രയാർ ചെമ്മാപ്പിള്ളി എന്ന് പറയും, അവിടെയാണ് മേമയുടെ വീട്. അപ്പോൾ ഇതാണ് മേമയുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് വലതുകാല് വെച്ചിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാനായിട്ട് കേട്ടോ. അത് വീടിൻ്റെ കുടുംബനാഥ വേണം വിളക്ക് നിറയുമായി അകത്തേക്ക് കയറാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വീടിനുള്ളിൽ കയറി ഈ വിളക്ക് നമ്മൾ അടുക്കളയിൽ അടുപ്പിൻ്റെ അടുത്ത് നമ്മൾ വെക്കണം. അങ്ങനെ ആ ഒരു തിരിയിൽ നിന്ന് വേണം നമ്മൾ പാല് കാച്ചാനായിട്ട് വേണ്ടത്. അപ്പോൾ പാല് കാച്ചാനായിട്ട് നമ്മൾ അതിൽ നിന്ന് തിരിയിൽ നിന്ന് തീയെടുത്ത് നമ്മൾ കർപ്പൂരം, നമ്മുടെ തീക്കണൽ, ഇതിലത്തെ ഗണപതി ഹോമം കഴിച്ച കുറച്ച് തീക്കണലുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മളതെടുത്ത് അടുപ്പിൽ പാല് കാച്ചാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് തീ നമ്മൾ ആ വിളക്കിൽ നിന്നും എടുക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള പ്രസാദത്തിൽ നിന്ന് എല്ലാവരും പ്രസാദം എടുത്ത് തൊട്ടൊക്കെ ചെയ്തു കേട്ടോ ഗണപതി ഹോമത്തിൻ്റെ. അപ്പോൾ ഇതാ നമ്മൾ കലം, പുതിയ കലത്തിലാണ് നമ്മൾ വെക്കുക. ഞങ്ങൾ സ്റ്റീലിൻ്റെ കളാണ് കേട്ടോ വെച്ചത്. അപ്പോൾ അതിന് ചുറ്റും നമ്മൾ പൂക്കൾ, ചെണ്ടുമല്ലിയുടെ പൂവൊക്കെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മേമത പാല് കാച്ചാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ മറ്റേ പാല് പൊന്തി വരുമ്പോൾ കുരവിടും, കുളു എന്നൊക്കെ പറഞ്ഞിടും കേട്ടോ. അപ്പോൾ അത് ഞാൻ വോയിസ് ഓവർ ഇട്ടില്ല. അപ്പോൾ ഞങ്ങൾ പാല് തിളയ്ക്കാനായിട്ട് വെയിറ്റിങ്ങിലാണ്, എപ്പോൾ പാല് തിളയ്ക്കും. അപ്പോൾ നമ്മളവിടെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. നമ്മൾ ശരിക്കും പൊങ്കാലയൊക്കെ ഇടുമല്ലോ, ദേവിക്കൊക്കെ പൊങ്കാല ഇടുമല്ലോ. പൊങ്കാല ഇടുമ്പോൾ ഇതേപോലെ തന്നെ പൂവൊക്കെ ഇട്ട് അതുപോലെ തന്നെ പായസത്തിനൊക്കെ വയ്ക്കില്ല, അതേപോലത്തെ സെയിം ഒരു ഇതാണ് നമ്മുടെ വീടിനും. ആദ്യമായിട്ട് ഒരു പുതിയൊരു വരവേൽപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പുതിയ പാല് കാച്ചാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ പാല് നമുക്ക് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, പാൽ തിളച്ച് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമായി. ഈ പാല് നമ്മൾ എല്ലാവർക്കും വീട്ടിൽ ക്ഷണിച്ചിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ഈ പായസം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ പാൽപ്പായസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും, വന്നവർക്കൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ചടങ്ങ് കേട്ടോ. എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ഇങ്ങനെയാണ് ഞാൻ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വന്നവർക്കൊക്കെ മേമയും പാപ്പനും അവരുടെ ഒരു സന്തോഷത്തിന് മിഠായി ഒക്കെ വാങ്ങി എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് അമ്മയുടെയും പെങ്ങളുടെ കുട്ടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഇനി നമ്മൾ തലേ ദിവസത്തെ കാര്യങ്ങളാണ്. അപ്പോൾ തലേ ദിവസം നമ്മൾ കുറേയേറെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ റീഓർഗനൈസ് ചെയ്ത്, ഇങ്ങനെയാണ് വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാം കൂടി സെറ്റാക്കി. ഇത് നമ്മുടെ മേമയുടെ പാപ്പൻ്റെ പെങ്ങൾ കൊണ്ടുവന്ന സോഫയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതൊക്കെ
ഇങ്ങനെ സെറ്റാക്കി വെക്കുകയാണ്. ഇപ്പോൾ തലേ ദിവസത്തെ കാര്യമാണ് കേട്ടോ. ഇത് ഈ സ്റ്റൗവ് കൊടുത്തിട്ടുള്ളത് മേമയുടെ അനിയത്തി കൊടുത്തതാണ്. ഇത് മേമയുടെ മോള് കൊടുത്തതാണ് കേട്ടോ, ഫ്രിഡ്ജ്. അപ്പോൾ രാവിലെ തന്നെ തിരുമേനി വന്ന് പൂജകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം അതുപോലെ തന്നെ ഭഗവതി സേവയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം ഞങ്ങളിതാ ഈ കദമ്പൊക്കെ ഇട്ട് വീടിനെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയിലത്തെ ആ ഒരു സീനാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് പുലർച്ചെയായപ്പോഴേക്കും ഞങ്ങളിതാ ഇങ്ങനെയാണ് കേട്ടോ. പക്ഷെ കുറച്ചും കൂടിയും പണികൾ കഴിയാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ വേറൊരു ദിവസം ശരിക്കും ഫങ്ഷൻ വെക്കും. ഇത് ജസ്റ്റ് പാല് കാച്ചൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ മേമയുടെ ഫോട്ടോസൊക്കെ എടുത്ത് ഇരിക്കുകയാണ് കേട്ടോ. ഇതായിരുന്നു ഞങ്ങൾ പുതിയ കലം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തലേദിവസം ഇവർ വേറൊരു വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് പെങ്ങളാണ്, വാടകയ്ക്കായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് മേമയൊക്കെ. അങ്ങനെ അവർ അവിടെ നിന്ന് മാറി വേറെ പുതിയ വീട് നമ്മൾ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ തലേ ദിവസമൊക്കെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് അവിടേക്ക് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടിയതാണ്, മേമയുടെ ഡോക്ടർ കൊടുത്തതാണ് കേട്ടോ ഈ സ്പ്രേ. അപ്പോൾ എനിക്ക് 2 സ്പ്രേകളൊക്കെ 2-3 സ്പ്രേകൾ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രാഗ്രൻസ് ആണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗൾഫ് തന്നെയാണെന്നാണ് മേമ പറഞ്ഞത്.